ഹായ്, നമസ്കാരം. കണ്ണൂരിൽ ഇപ്പോൾ ആര് ജയിക്കും? കേരളത്തിലെ രാഷ്ട്രീയ മേഖലകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കണ്ണൂർ എന്ന ആ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ആരായിരിക്കും വിജയിക്കുക? എക്സിറ്റ് പോളുകൾ പലതും വന്നു കഴിഞ്ഞു. എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ കൃത്യമായിട്ടുമാണ് UDF സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. പക്ഷേ കണ്ണൂരിലെ പ്രത്യേക രാഷ്ട്രീയ ഒരു 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 സ്ഥലം എന്ന നിലയിൽ, അതായത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേന്ദ്രമായി മാറിയ ഒരു സ്ഥലമാണ് ഈ കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയാണ്. കണ്ണൂര് നമ്മൾ പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരുപക്ഷെ കണ്ണൂർ എന്ന പേരിൽ തന്നെ സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. സിനിമകളിൽ പലതിലും കണ്ണൂർ ഒരു വിഷയമായിട്ടും മാറിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കേന്ദ്രമാണ്, ഒരു ഈറ്റില്ലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ണൂരിൽ അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം വച്ച് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ വിലയിരുത്തുമ്പോൾ അവിടെ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ, ഏറ്റവും കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും CPM-ഉം. CPM-ന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്, പ്രത്യേകിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ പോലും MV ജയരാജൻ എന്ന് പറയുന്നത് അത്ര മോശക്കാരനല്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം MV ജയരാജൻ അത്ര മോശക്കാരനല്ല. പിന്നെ മാത്രമല്ല, കണ്ണൂരിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, അവിടുത്തെ എല്ലാ രാഷ്ട്രീയ അക്രമങ്ങൾക്കും, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെല്ലാം അതിൻ്റെ എല്ലാ ഉള്ളുകളികൾ അറിയാവുന്ന ഒരാളാണ് MV ജയരാജൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമാണ് ഇപ്പോൾ. അതേസമയം അവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് K സുധാകരനാണ്. ഈ K സുധാകരനും നമ്മൾ നേരത്തെ പറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരളത്തിലെ KPCC പ്രസിഡന്റ് കൂടിയാണ് K സുധാകരൻ. MV ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നതുൾപ്പെടെ അദ്ദേഹം അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റും AICCയുടെ ദേശീയ AICC കമ്മിറ്റിയിലെ അംഗവുമൊക്കെയാണ് K സുധാകരൻ. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിലായിരുന്നാലും സംസ്ഥാന തലത്തിലായിരുന്നാലും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ടെടുപ്പ് ഒരു ദിവസം കൂടി, അല്ലെങ്കിൽ മണിക്കൂറുകൾ കൂടി വോട്ടെണ്ണൽ കാത്തിരിക്കുമ്പോൾ, നമ്മൾ ഈ റിസൾട്ട് കാത്തിരിക്കുമ്പോൾ കണ്ണൂർ വല്ലാതെ ആകാംക്ഷമാകുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന ചില വിവരങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ ചില രാഷ്ട്രീയ അന്തർനാടകങ്ങൾ, അടിയൊഴുക്കുകൾ നടന്നു കഴിഞ്ഞു എന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അത് ചില ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ്. വിജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും ഞങ്ങളുടെ എല്ലാമായ MV ജയരാജൻ ജയിക്കുമെന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ MV ജയരാജൻ ജയിക്കുമെന്നും CPM-ഉം അതുപോലെ ഇടതു മുന്നണിയും അവകാശപ്പെടുമ്പോൾ അവിടെ നടന്ന ചില അന്തർനാടകങ്ങൾ, അല്ലെങ്കിൽ അന്തർധാരകൾ, അതല്ലെങ്കിൽ അടിയൊഴുക്കുകൾ, അത് CPM-നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആ അടിയൊഴുക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ RSS വോട്ടുകൾ. അതാണ് എടുത്തു പറയേണ്ടത്. RSS വോട്ടുകൾ വൻതോതിൽ K സുധാകരനിലേക്ക് ഒഴുകി എന്ന വിവരം CPM-ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അതാണ് CPM-നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്. CPM കേഡർ അല്ല, RSS കേഡർ വോട്ടുകളാണ് മാറിയിരിക്കുന്നത്. RSS കേഡർ വോട്ടുകൾ എന്ന് പറയുന്നത് ഏകദേശം 25,000-ലധികം വരുമെന്ന് തന്നെയാണ് CPM കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള RSS-ന്റെ കേഡർ വോട്ടുകൾ സുധാകരനിലേക്ക് മാറി എന്നും ഒഴുകി എന്നുമുള്ള ഒരു കണക്ക്, ചില വിവരങ്ങൾ CPM-ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് CPM വിലയിരുത്തുമ്പോൾ CPM-ന് തന്നെ പറയേണ്ടി വരുന്നത് അവർ പ്രചരിപ്പിച്ച ഒരു പ്രചരണം തന്നെയാണ് അതിന് കാരണമായത്. സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ BJP-യിലേക്ക് പോകും എന്ന ഒരു പ്രചരണം സംസ്ഥാന തലത്തിൽ പോലും, മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിൽ പോലും CPM അഴിച്ചുവിട്ടിരുന്നു. അതുകൊണ്ട് വിശ്വസിക്കരുത് സുധാകരനെ. സുധാകരൻ BJP-യിലേക്ക് പോകും, അയാൾ പോകുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അയാളെ വിശ്വസിക്കരുതെന്ന് CPM പ്രചരണം നടത്തി. ഈ പ്രചരണം ഒരുപക്ഷെ CPM ഇപ്പോൾ വീണ്ടും വിചാരം നടത്തുന്നു. അങ്ങനെ ഒരു പ്രചരണം വേണമായിരുന്നോ എന്ന
ഒരു വിചാരത്തിലാണ് ഇപ്പോൾ CPM പോകുന്നത്. ആ ഒരു പ്രചരണം പൊതുവിൽ ഇപ്പോൾ ഗുണത്തേക്കാൾ ദോഷം ചെയ്തു എന്ന വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ RSSനെ സംബന്ധിച്ചിടത്തോളം RSSന് സുധാകരനോ അല്ല ശത്രു, കോൺഗ്രസ്സുകാരനാണെങ്കിലും കോൺഗ്രസ് മുക്ത ഭാരതമാണ് ലക്ഷ്യമെങ്കിലും കോൺഗ്രസ്സുകാരനല്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം RSSന്റെ ശത്രു അത് CPM തന്നെയാണ്. CPMന്റെ തേരാളിയായി നിൽക്കുന്ന MV ജയരാജൻ തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഈ CPMന്റെ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പടപൊരുതി നിൽക്കുന്ന RSS പ്രവർത്തകർക്ക് ഒരു കാരണവശാലും MV ജയരാജൻ ജയിച്ചു വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. രാഷ്ട്രീയ തത്വങ്ങൾ എന്തൊക്കെയായാലും അല്ലെങ്കിൽ ദേശീയമായ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള ആ ഒരു സ്ലോഗൻ അങ്ങനെ നിലനിൽക്കുമ്പോഴും പകരം അങ്ങനെ കോൺഗ്രസ് മുക്തമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വിജയിച്ചു വരുന്നത് MV ജയരാജനായിരിക്കും, CPM ആയിരിക്കും. അത് RSS പ്രവർത്തകർക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. MV ജയരാജൻ ജയിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് ഇപ്പോഴേ തന്നെ വിലയിരുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. കാരണം അവർക്കറിയാം എന്താണെന്നുള്ളത്. അങ്ങനെ RSS അത്തരത്തിൽ അവരുടെ ഒരു തീരുമാനമനുസരിച്ചിട്ട് അവർ 25,000 അധികം വരുന്ന കേഡർ വോട്ടുകൾ അങ്ങോട്ട് ഒഴുക്കി എന്നത് വാസ്തവമാകാൻ പോകുമോ എന്നത് ഇനി നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ വ്യക്തമാകൂ. പക്ഷേ CPM ക്യാമ്പുകളിൽ അത്തരത്തിലൊരു ആശങ്ക ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വന്നതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഈ സുധാകരൻ ഒരുപക്ഷെ BJP ഒന്നും കൂടെ പറയണം, BJPയുമായിട്ടുള്ള ബന്ധമാണ്. BJPയും RSSും തമ്മിൽ അത്ര നല്ല ഒരു ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നല്ലൊരു ബന്ധമുണ്ട്. പക്ഷേ അത്തരത്തിൽ നല്ലൊരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ളൊരു ബന്ധമില്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എന്നതും നമ്മൾ കാണേണ്ട. അടുത്ത കാലത്ത് പോലും ചില സംഭവങ്ങളിൽ RSSന് BJPയുടെ അവിടുത്തെ ജില്ലാ നേതൃത്വവുമായിട്ടും പ്രത്യേകിച്ച് കണ്ണൂരിലെ ചില നേതൃത്വവുമായിട്ടും അത്ര വലിയ ഒരു സരച്ചേർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ അവർ കഴിയുന്നില്ല. പല കാര്യങ്ങൾക്കും BJPയുടെ ചില കാര്യങ്ങളിൽ RSS ഇടപെടുന്നത് BJPക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ചെലവ് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ അത്തരത്തിലുള്ള ആ ചെലവുകൾ BJPയുടെ ഈ തിരഞ്ഞെടുപ്പ് ചെലവുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RSS പ്രചാരകരെ നിയോഗിച്ചതും അവരതിൽ ഇടപെട്ടതുമൊക്കെ BJPയിലെ ചില നേതൃത്വത്തിന് ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല BJPക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ഒരു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന 50 വർഷത്തോളം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു C രഘുനാഥാണ്. ആ C രഘുനാഥ് വന്നതിൽ BJP പ്രധാനപ്പെട്ട നേതൃത്വത്തിലെ പലർക്കും ചെറിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് CK പത്മനാഭൻ എന്ന് പറയുന്ന മുൻപ് അവിടെ 2019 കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച BJPയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ്, സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആള്, ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവ്, ആ CK പത്മനാഭൻ പോലും ഈ രവീന്ദ്രനാഥിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അദ്ദേഹം അതിനെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞതുപോലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയോട് അത്ര താല്പര്യം RSSകാർക്കും പ്രത്യേകിച്ച് BJPയിലെ സീനിയർ നേതാക്കൾക്കിടയിലും ഉണ്ട്. CKPയുടെ ആ ഒരു പരാമർശം ആ സ്ഥാനാർത്ഥിക്കെതിരെ രഘുനാഥിനെതിരെയുള്ള ആ പരാമർശം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ഈ അവിടെയുള്ള ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഈ നമ്മുടെ ഒരു മധ്യസ്ഥ ശ്രമം നടന്നിരുന്നു. ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീയുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച അവിടെ കണ്ണൂരിനെ അക്രമമുക്തമാക്കണമെന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു. നമുക്കെല്ലാം അറിയാവുന്നതാണ്. രഹസ്യമായി നടന്ന ചർച്ചയാണെങ്കിൽ പോലും CPM നേതൃത്വവും RSS നേതൃത്വവുമായിട്ട് ശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ടൊരു ചർച്ച നടന്നിരുന്നു. അതിനുശേഷം അവിടെ അക്രമങ്ങൾ വളരെ നടക്കാതെ അക്രമങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ഒരു മത്സ്യത്തൊഴിലാളിയായ ഹരിദാസിന്റെ കൊലപാതകം നടക്കുന്നത്. ഒരു BJPയുടെ
അവിടുത്തെ തലശ്ശേരിയിലെ ഒരു കൗൺസിലറുടെ നേതൃത്വത്തിലാണ് ആ കൊലപാതകം നടക്കുന്നത്. അത് RSSനെ സംബന്ധിച്ചിടത്തോളം RSSന് അത് ഏറ്റെടുക്കാൻ താല്പര്യമില്ലായിരുന്നു. RSSന് അതിനെതിരായിരുന്നു. പിന്നീട് ഹരിദാസിന്റെ കൊലപാതകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ RSS ഒരു താല്പര്യവും കാണിച്ചില്ല. അങ്ങനെ ആ പ്രദേശത്ത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ RSSന് അവിടുത്തെ BJP നേതൃത്വവുമായിട്ട് ഒരു നല്ല നിലനിൽപ്പല്ല എന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ C രഘുനാഥിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അയാൾക്ക് വോട്ട് കിട്ടാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും RSSകാർ തയ്യാറായിരുന്നില്ല. അവർക്ക് ജയരാജൻ പരാജയപ്പെടണമെന്നതുകൊണ്ടാണ്. എന്നാൽ BJPയെ സംബന്ധിച്ചുള്ള BJP പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ വോട്ടിംഗ് നിലവാരം കൂട്ടും. ഇപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ട് C രഘുനാഥ് നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതിനകത്ത് കണക്ക് അവർ പറയുന്നുണ്ട്, ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൂട്ടുന്നുണ്ട്. അതായത് കഴിഞ്ഞ CKP ഉണ്ടാക്കിയത് 68,509 വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം CKP നേടിയത്. എന്നാൽ അതിന് തൊട്ട് മുൻപ് 2014 PC മോഹനൻ 51,636 വോട്ടുകളാണ് നേടിയത്. എന്നാൽ അതിനു മുമ്പ് 2004 PP കരുണാകരൻ BJP സ്ഥാനാർത്ഥിയായി 27,123 വോട്ടുകളാണ് നേടിയത്. അപ്പോൾ BJPയുടെ കണ്ണൂർ നേതൃത്വം പറയുന്നത് 27,123 നിന്നും 51,636 ആക്കാൻ കഴിഞ്ഞു. 51,636 നിന്നും 68,509 ആക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ എന്ത് വന്നാലും 1 ലക്ഷത്തിലേക്ക് നേടും എന്ന ടാർഗറ്റാണ് കണ്ണൂരിലെ BJP നേതാക്കൾ BJP നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതവിടെ എത്തുമോ എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ എക്സിറ്റ് പോളുകൾ പലതും വരുമ്പോഴും കെ സുധാകരൻ ഒരു ശക്തനായ നേതാവായിട്ട് കാണാം. പല പ്രാവശ്യവും CPM കൊല്ലാൻ CPMകാർ സാധാരണ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ദാനമാണ്, ഒരു ദാക്ഷിണ്യമാണ് നീ ജീവിച്ചിരിക്കുന്നത് എന്ന് CPM നേതാക്കൾ പരസ്യമായിട്ട് പല പൊതുയോഗങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ദാനമാണ്, ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ദാനമായിട്ട് തന്നിരിക്കുന്നുണ്ട് ജീവൻ എന്ന് സുധാകരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഏത് തരത്തിലും CPM. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റായിട്ട് കെ സുധാകരൻ വന്നപ്പോൾ ഏറ്റവും അധികം എതിർത്തത് CPM നേതാക്കളാണ്. അത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളാണ്. എന്തിനാണ് ഒരു പാർട്ടിയുടെ നേതാവായിട്ട് അവർ മറ്റൊരു പാർട്ടിയുടെ ഒരാളിനെ എടുക്കുമ്പോൾ ഇവരെന്തിന് ഇത്രയും വിമർശിക്കുന്നു പറഞ്ഞാൽ സുധാകരനുള്ള വെറുപ്പാണ്. 3 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ച കണക്കുകളുണ്ട്. ഇതൊക്കെ കഥകളൊക്കെ മകരം. ഇനി കൂടുതൽ അത്തരം കാര്യങ്ങൾ ഞാൻ പോകുന്നില്ല. 3 തവണയാണ് സുധാകരനെ CPM കൊല്ലാൻ ശ്രമിച്ചതും അത് പാളിപ്പോയതും അങ്ങനെ ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സുധാകരനും ഈ MV ജയരാജനും തമ്മിലുള്ള കണ്ണൂരിലെ പോരാട്ടം കേരള രാഷ്ട്രീയം ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു ആകാംക്ഷ നോക്കുന്ന രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അവസാനം വരുന്ന കണക്കുകൾ വെച്ച് CPMന് ചെറിയ ആശങ്കയുണ്ട്. പക്ഷേ ആ ആശങ്ക ഞങ്ങൾ തരണം ചെയ്തും ജയിക്കുമെന്ന് CPM പറയുന്നു. പക്ഷേ സുധാകരൻ കരുത്തനായ നേതാവിൽ തന്നെ തുടരും കണ്ണൂരിൽ എന്നതും കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും RSSന്റെ പിന്തുണ കൂടി ഉള്ളത് കൊണ്ട് കൃത്യമായിട്ടും ജയിക്കുമെന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്.